ഹലോ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഞാൻ ചാലക്കുടി PWD റെസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നതെന്ന്. ഞാനിവിടെ 3 ദിവസത്തേക്കാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഇവിടെ എത്തിയത്. തിങ്കളാഴ്ച 11 മണിക്കാണ് ചെക്കൗട്ട് വരുന്നത്. ഈ ബിൽഡിംഗ് ആണ് നല്ല ഭംഗിയില്ലേ, പണ്ടത്തെ തറവാടൊക്കെ പോലുള്ള ഒരു ബിൽഡിങ്. ഇതാണ് PWD റെസ്റ്റ് ഹൗസ്. ഇത് അടുത്ത കാലത്ത് നവീകരിച്ച ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾക്കൊരു വാട്ടർ പ്യൂരിഫയർ കാണാം. ഇതിൽ നിന്നാണ് ഞാൻ കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത്. ഇനി നേരെ മുകളിലോട്ട് പോവാം. എൻ്റെ റൂം വരുന്നത് 2nd ഫ്ലോറിലാണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് റൂംസൊക്കെ ഉണ്ട്. ഇതാണ് 2nd ഫ്ലോർ. ഇവിടെ ഡോമിറ്ററീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നത് ഒരു ഡോമിറ്ററി റൂമാണ്. പിന്നെ ബാക്കിയൊക്കെ ഡബിൾ റൂംസാണ് വരുന്നത്. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. തുറന്ന് വന്ന പാടെയുള്ള വിഷ്വല് ഞാൻ എടുത്തായിരുന്നു, അതെവിടെയോ പോയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. അതായത് നമ്മൾക്കൊരു ടേബിളുണ്ട്, ഒരു ചെയർ, പിന്നെ 2 സിംഗിൾ കോട്ട് കട്ടിൽ അടുപ്പിച്ചിട്ടേക്കാണ്. പിന്നെ ഒരു അലമാരയുണ്ട്. പിന്നെ നമ്മൾക്ക് ഡ്രസ്സ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഒരു വാഷ് ബേസിൻ, ടോയ്ലറ്റ്. ഇത്രയുമാണ് ഈ റൂമിലുള്ളത്. അതായത് ഒരു ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നമ്മൾക്ക് നന്നായിട്ട് താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ്. PWD റെസ്റ്റ് ഹൗസുകളിൽ നമ്മൾക്ക് ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ചെക്ക് ഔട്ട് നെക്സ്റ്റ് ഡേ 11 മണിക്കും. അതുപോലെ ജനറൽ പബ്ലിക് കാറ്റഗറിയിലാണ് ഞാനിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് 600 രൂപയാണ് ഈ ഡബിൾ നോൺ AC റൂമിന് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് റൂമും ഇതിനകത്ത് ഫെസിലിറ്റീസൊക്കെ വരുന്നത്. ഇതൊരു റൂം ടൂറൊന്നുമല്ല, ഇതെല്ലാവർക്കും നമ്മൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു ഓൾ.